ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമുക്ക് ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ? ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. അതിനാദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 8 ഗ്രാം കേക്ക് ജെല്ലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിലേക്ക് 300 ഗ്രാം കേക്ക് മിക്സാണ് ചേർത്തെടുക്കുന്നത്. 300 ഗ്രാം എന്ന് പറഞ്ഞാൽ 2 കപ്പ് ഉണ്ടാവും കേട്ടോ. കപ്പിൻ്റെ അളവ് പറയുകയാണെങ്കിൽ വിസ്പർ എന്നുള്ള കമ്പനിയുടെ കേക്ക് മിക്സാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് 1 കിലോയ്ക്കുള്ള കണക്കാണ് കേട്ടോ പറയുന്നത്. അതുപോലെ തന്നെ റിച്ച് എന്നുള്ള കേക്ക് ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 4 മുട്ടയാണ് വേണ്ടത്. 4 മുട്ടയൊന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കേക്ക് മിക്സ് ആയതുകൊണ്ട് പഞ്ചസാരയൊക്കെ ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് കൂടി ചേർത്തെടുക്കുക. അതുപോലെ തന്നെ 1/4 ഗ്ലാസ് വെള്ളം ചേർത്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക കേട്ടോ. ഇങ്ങനെ മിക്സ് ആക്കുന്നത് എല്ലാതും ഒരുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മറ്റേ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കേക്ക് ജെല്ലൊക്കെ ചേർത്തതുകൊണ്ട് അതൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കിടക്കും. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്താൽ എല്ലാം ഒരുപോലെ തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ബീറ്ററിൽ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. 5 മിനിറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ, എന്നാലും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ ബാറ്റർ വേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ വീണ്ടും ഒരു മിനിറ്റ് സമയം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അതിനുശേഷം നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചെടുക്കാം. ഞാൻ 1 കിലോത്തിൻ്റെ 2 കേക്ക് ടിന്നാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. 2 പകുതിയായിട്ട് നമ്മൾ ഒഴിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടുന്നില്ല കേട്ടോ. പൊങ്ങി പറഞ്ഞാൽ നമ്മളെ ബാറ്റർ നന്നായിട്ട് പൊങ്ങി വരുമൊന്നുമില്ല. മറ്റേ നമ്മൾ മുട്ട ഒറ്റയ്ക്ക് ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരൂലേ, അതുപോലെ തന്നെ ഇത് ഒന്നിച്ച് പൊങ്ങി വരൂല. പക്ഷെ കേക്ക് നന്നായിട്ട് സോഫ്റ്റായി പൊങ്ങി വരും കേട്ടോ. ഞാൻ 2 ടിന്നിലോട്ടും ഒരുപോലെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കണം കേട്ടോ. എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. എന്നിട്ട് 10 മിനിറ്റ് നേരം നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ ഒരു 20-25 മിനിറ്റ് നേരം വെക്കാം കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ആ ഒരു പാത്രത്തിൻ്റെ സൈസിലായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ കേക്ക് മിക്സ്. ഞാനിപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കിയതാണ്. അപ്പോൾ ഉള്ളൊന്നും വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി വെച്ചിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം വീണ്ടും നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മോൾഡിൽ നിന്ന് മാറ്റിയെടുക്കാം. മൈദ വെച്ചിട്ട് കേക്ക് ശരിയാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇവിടെ കാണിക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ എന്തായാലും റെഡി ആവാത്ത പ്രശ്നം ഉണ്ടാവില്ല. കേക്ക് നല്ല സോഫ്റ്റായിട്ടും ഉള്ളൊരു കേക്കാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അത് ഹോം മെയ്ഡ് എന്നുള്ള വാക്കിനൊരു പ്രസക്തി ഇല്ലാത്ത പോലെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റാണ്. പക്ഷെ നല്ല ചൂടുണ്ട്. ചൂടോടെ തന്നെ ഞാൻ മോൾഡിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ അപ്പം തന്നെ മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പം ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. നല്ല ഹൈറ്റ് കിട്ടിയിട്ടുണ്ട് കേക്ക്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നമ്മൾ പുറത്തോട്ടൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഹോം മെയ്ഡ് കേക്ക് എന്ന് പറഞ്ഞിട്ട് ഈ കേക്ക് മിക്സ് വാങ്ങിയിട്ട് ചെയ്ത് കൊടുക്കുന്നതിലൊരു പ്രസക്തി ഇല്ല കേട്ടോ. എൻ്റെ കസ്റ്റമറിനൊന്നും
ചില കസ്റ്റമറിനൊന്നും ഈ കേക്ക് മിക്സ് യൂസ് ചെയ്തിട്ടുള്ള കേക്കുകൾ വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ കേക്ക് മിക്സ് യൂസ് ചെയ്തിട്ട് കേക്ക് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് ലെയറുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ മുകൾ ഭാഗം ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് 3 ലെയറുകളായിട്ടാണ് ഞാൻ ഇതിവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ടെക്സ്ചർ നല്ല സോഫ്റ്റും നല്ല ഒരു ടെക്സ്ചറായിട്ട് തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.